നഴ്സിംഗ് രംഗത്തെ പരമോന്നത ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് മേടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് രംഗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ അവാർഡ് ജേതാവായ സിസ്റ്റർ ഷീല റാണിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു ദിവസമാണ് ഇന്ന് കേട്ടോ. ഒരു മനുഷ്യർക്ക് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പല രീതിയിലും നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഒരാളുടെ ഹൃദയത്തിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എനിക്ക് ശരിക്കും പറയുമ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കാരണം അത്ര ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പം ഞാൻ സിസ്റ്ററെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നേഴ്സിംഗ് പഠിപ്പിക്കുക എന്നുള്ളത്. നേഴ്സിംഗ് പാവപ്പെട്ടവരെ പരിചരിക്കണം എന്ന് പറഞ്ഞാണ് ശരിക്കും എന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് പഠിപ്പിച്ചത്. അതിനുശേഷമാണ് നേഴ്സിംഗ് പഠിച്ചത്. അതൊക്കെ ഒത്തിരി അന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇച്ചിരി വൈകിയാണ് നേഴ്സിംഗ് പഠിക്കാനൊക്കെ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, സർക്കാർ മേഖലയിലേക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി എന്തായാലും നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം വിവിധ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്ത് പാലിയേറ്റീവ് രംഗത്തേക്ക് വന്നു. അതൊരു മറ്റുള്ളവർക്ക് ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം, ജന്മപുണ്യം എന്നൊക്കെ പറയുന്ന പോലെ അച്ഛൻ്റെ ആഗ്രഹത്തിനും അപ്പുറത്തേക്ക് അതൊരു വളർച്ച ആയിരുന്നു. പാവപ്പെട്ടവരെ തന്നെ പരിചരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത നേഴ്സിംഗ് പുരസ്കാരം തന്നെ വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് കിട്ടാനായിട്ടൊരു വ്യത്യസ്തമായ മേഖലയിൽ എനിക്ക് ലഭിക്കാനായിട്ട് ഒരു സാഹചര്യം ഈശ്വരൻ ഉണ്ടാക്കി തന്നു. അതിന് ദൈവം ആരോടും നന്ദി പറയേണ്ട നേരത്തില്ല. എല്ലാവരുടെയും ഒരു പുണ്യവും എല്ലാവരുടെയും പ്രാർത്ഥനയും പരിചരിക്കപ്പെട്ട കുറേയധികം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ശരിക്കും എനിക്ക് ഈ ഒരു അവാർഡ് തന്നെ ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പം സിസ്റ്ററിന് ആദ്യമായിട്ട് കിട്ടിയത് നമ്മളുടെ ഈ ഒരു പുരസ്കാരമാണോ, അതോ അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടോ, അതോ അതിന് ശേഷം കിട്ടിയതാണോ? കാരണം ഒരുപാട് ഒരു വീട്ടിലെ ഒരു ഹോളിൽ നിറയെ സിസ്റ്ററിന് കിട്ടിയ ഓരോ പുരസ്കാരങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം അത് എപ്പോൾ മുതൽ കിട്ടിയതാണോ, അതോ ഇതിന് ശേഷം വന്നു ചേർന്നതാണോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വന്നപ്പം ഒരുപാട് പുരസ്കാരങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തല്ലോ. ആദ്യത്തെ പുരസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഈ കമ്പ്യൂട്ടർ സാക്ഷരതയിൽ പഞ്ചായത്തിനെ 2ാം സ്ഥാനം ആക്കിയതിൻ്റെ ഒരു പുരസ്കാരമായിരുന്നു. അത് പഞ്ചായത്തിന് സർക്കാരിൻ്റെ കോട്ടയം ജില്ലയിലെ തന്നെ 2ാമത്തെ സാക്ഷരതാ പഞ്ചായത്തായിട്ട്, കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്തായിട്ട് കിട്ടിയതിൻ്റെ ഒരു അവാർഡായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത്. പിന്നെ 2ാമത്തെയാണ് പാലിയേറ്റീവ് നേഴ്സ് എന്ന നിലയിൽ നമ്മുടെ പാലിയേറ്റീവ് നേഴ്സിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 2014 കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പഞ്ചായത്ത് 1ാം സ്ഥാനമായിട്ട് അന്ന് കോട്ടയത്ത് വന്ന് മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികളും ഞാനുൾപ്പെടെ ചെന്ന് മേടിക്കാൻ അവസരം കിട്ടി. അതുകൂടാതെ ഞാൻ ഈ തുടങ്ങിയ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടേ ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പേര് ആദരിക്കുകയും, ഈ പഞ്ചായത്തിലെ മാത്രമല്ല അടുത്ത പഞ്ചായത്തിലെ JCA ക്ലബ്ബുകാർ, മറ്റേ ഗോൾഡൻ ക്ലബ്ബുകാർ, അതുപോലെ തന്നെ സ്കൂളുകൾ, മറ്റേ ചെറിയ ചെറിയ സംഘടനകളും എല്ലാവരും എന്നെ വിളിച്ചിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് മുമ്പേ കിട്ടിയതാണ്. അതിന് തന്നെ പിന്നെ അവാർഡായിട്ട് കിട്ടിയത് 2021 പോത്തൻചൗക്ക കൊണ്ടാരപ്പള്ളി സ്മാരക അവാർഡ്, 2022 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് നൽകിയ ശ്രേഷ്ഠ മാനവ സേവാ പുരസ്കാരം, പിന്നെ സാന്ത്വനം 2023, അത് തിരുവനന്തപുരത്ത് രാജേശ്വരി ഫൗണ്ടേഷൻ നൽകിയൊരു അവാർഡായിരുന്നു. നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് പരമോന്നത നേഴ്സിംഗ് പുരസ്കാരം, അതും രാഷ്ട്രപതി ഭവനിൽ പോയി മേടിക്കാനായിട്ടൊരു അവസരം കിട്ടി. അതിനുശേഷം ധാരാളം പേര് എന്ന് വെച്ചാൽ കേരളത്തിലുടനീളം
രാഷ്ട്രീയ പാർട്ടിക്കാർ, മതസംഘടനകൾ, പിന്നെ ക്ലബ്ബുകൾ, മറ്റെല്ലാം ഏത് ഫംഗ്ഷൻ, അമ്പലങ്ങൾ, പള്ളികൾ, അവരൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ മൊമെൻറ്റോസൊക്കെ തന്നു. അതെല്ലാവർക്കും ഈ ഒരു പാലിയേറ്റീവ് മേഖലയായതുകൊണ്ട് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിചാരം. എല്ലാ രാഷ്ട്രീയ സംഘടനകളും ജാതി മത വർഗ വ്യത്യാസം ഇല്ലാതെ അതിനെ ഒരു സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ലൈബ്രറി. അതുപോലെ തന്നെ പൗരസ്വീകരണം ഒരുക്കി. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അന്ന് ഇത് കിട്ടി വന്നു കഴിഞ്ഞപ്പം ലൈബ്രറി ഒരു പൗരസ്വീകരണം തന്നു. അതുകൂടാതെ പഞ്ചായത്ത് മൊത്തത്തിൽ എല്ലാ സംഘടനകളും കൂടിയിട്ട് ഒരു വലിയ പൗരസ്വീകരണം തന്നു. പിന്നെ കിട്ടിയതാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഈ 2024 ലഭിച്ചതാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്. ഈ ഒരു അവാർഡിൻ്റെ ബേസിൽ അവർ നൽകിയ ഒരു അവാർഡാണ് ഇൻസ്പയറിംഗ് ഹ്യൂമൺ അവാർഡ്. ാണ് പുള്ളി വീഴുന്നത്. അന്ന് മുതൽ ഷീലാറാണി ഇവിടെ വരുവും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തിലും 2 മാറിയിടാൻ വരുന്നു. പിന്നെ പപ്പായ്ക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം വന്നില്ല, ഒരു മാസത്തിൽ ഒരു ദിവസം തെറ്റിയാൽ ഉടനെ എന്നോട് ചോദിക്കും എന്തേ അവർ വരാത്തെ. അപ്പം ഞാൻ പറയും നാളെയാണ് ഡേറ്റ്, നാളെ വരും. അവർ വന്നുകൊണ്ടിരിക്കുന്നു, പപ്പ വിഷമിക്കേണ്ടെന്ന് പറയും. അവർ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക്. പുള്ളിക്കാരത്തെയും നല്ല രീതിയിൽ കൂടെയൊക്കെ പപ്പായോട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. കഴിച്ചോ? നേരെ വാ, ഇങ്ങോട്ട് എണീറ്റ് വാ. ലറാണി അല്ലേ ഇതിൻ്റെ മെയിൻ ആള്? അത് ഞങ്ങളുടെ ചങ്കല്ലേ. അത് തന്നെയല്ല ഇവിടുന്ന് അവാർഡ് വരെ മേടിച്ച ആളാ. ആരാ? പ്രസിഡൻ്റ് ഇന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോൾ എനിക്ക് സിസ്റ്ററിൻ്റെ കൂടെ എനിക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി പേഷ്യൻറ്റിനെ കാണുന്നത്. കാരണം നമ്മളൊരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞിട്ട് വേണമല്ലോ. അതുകൊണ്ട് തന്നെ സിസ്റ്ററിനോടൊപ്പം എനിക്കൊരു ദിവസം കുറച്ച് പേഷ്യൻസിൻ്റെ വീടുകളിലൊക്കെ പോകാൻ സാധിച്ചു. പക്ഷെ അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച, സിസ്റ്ററിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസാണ്. അവരുടെ വിഷമങ്ങൾ പറയുന്ന പേഷ്യൻസ് ഉണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്. അപ്പം സിസ്റ്റർ മാത്രമല്ല, സിസ്റ്ററിൻ്റെ ക്രൂ, നിങ്ങളെല്ലാവരും തന്നെ ഒരു ഫാമിലി മെമ്പേഴ്സ് ചെല്ലുന്ന ഒരു സന്തോഷത്തോടെയാണ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിടയിലുണ്ടാകുന്ന ആ ഒരു ബോണ്ട് നമുക്കത് നേരിട്ട് കാണാൻ സാധിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വളരെ വ്യത്യസ്തമായ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് സിസ്റ്ററിനെ ഇങ്ങനെ ഒരു അവാർഡിന് അർഹയാക്കിയെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. എങ്കിലും നമുക്ക് ജനങ്ങൾക്ക് എത്താൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അപ്പം സിസ്റ്ററൊക്കെ ചെയ്ത, നിങ്ങളുടെ ആ ഒരു ടീം ചെയ്ത എന്ത് വ്യത്യസ്തമായ പ്രവർത്തനമാണ് ഈ ഒരു അവാർഡിന് നിങ്ങളെ അർഹയാക്കിയത്? 1993 പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ പ്രൈവറ്റ് പാലിയേറ്റീവ് യൂണിറ്റുകൾ, ചെറിയ ചെറിയ സംഘടനകളൊക്കെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മലപ്പുറയിലും കോഴിക്കോടത്തും ഒക്കെ നടത്തുന്നുണ്ട്. വല്ല ഡോക്ടർമാരാണ് ഇത് തുടങ്ങി വെച്ചത്. പിന്നെ 2008 പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച് കേരള സർക്കാർ ഇത് ഏറ്റെടുത്തത്. അപ്പോൾ അന്ന് മുതൽ ശരിക്കും പഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് നേഴ്സുമാരെ തിരഞ്ഞെടുത്ത് അവരെ ആ ഒരു വർക്ക് ഏൽപ്പിക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കേരളത്തിലെ മുഴുവൻ നേഴ്സുമാരും ചെയ്യുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ജോലി സെയിമാണ്. എല്ലാവരും ഇതേപോലെ തന്നെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ രോഗികളും അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. പക്ഷേ ഞങ്ങൾ ചെയ്ത എന്ത് വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാൻ എല്ലാ റിപ്പോർട്ടും എല്ലാ വർഷവും വാർഷിക റിപ്പോർട്ടാക്കി എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ അതൊരു പ്രത്യേകതയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പഞ്ചായത്തിലെ, എൻ്റെ പഞ്ചായത്തിലെയും കൂടല്ലൂർ CHSCയിലെയും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുതാ മനോഭാവമില്ല. അവർക്കെല്ലാം പാലിയേറ്റീവിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു.
അതായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നെ. ഇവിടെ വന്ന ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടർമാർ ഇങ്ങനെ മാറി മാറിയൊന്നും വന്നില്ല. ആകെ 2 മെയിൻ ഡോക്ടർമാരാണ് വന്നത്. ഒന്ന് അന്ന് ആദ്യം ഇരുന്നത് ഡോക്ടർ രേഖയായിരുന്നു മെഡിക്കൽ ഓഫീസറായിട്ട്. പിന്നീട് വന്നത് ഡോക്ടർ CG വർഗീസ്. ഈ 2 പേരും ഡോക്ടർ രേഖ ആദ്യം ഇരുന്നു, പിന്നെ ഡോക്ടർ CG മാഡം വന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഡോക്ടർ രേഖ തന്നെ വന്നു, വീണ്ടും ഡോക്ടർ CG മാഡം ഇപ്പോൾ വീണ്ടും വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഇവരെ 2 പേരും പാലിയേറ്റീവിനെ കുറിച്ച് അറിയാം. വേറൊരാളെ ഇത് പറഞ്ഞു ഇതെന്താണെന്നും ഞാൻ ചെയ്യുന്നത് എന്താണെന്നും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുക, അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, നമ്മുടെ പഞ്ചായത്തിലുള്ളവരും നമ്മുടെ ജനങ്ങളും, ഞാനിവിടെ ജനിച്ചു വളർന്നതും ഇവിടെ തന്നെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ മാറി മാറി വന്നെങ്കിലും എല്ലാവരും ഈ പഞ്ചായത്തിലുള്ളവരൊക്കെ തന്നെയല്ലേ. അപ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ ആൾക്കാർ, അപ്പം എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പം നമ്മളിവിടുന്ന് ഈ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ജാതി മത വർഗമൊന്നും നോക്കി പോകേണ്ടതല്ല. ഇത് പോകേണ്ടത് എങ്ങനെ നമുക്ക് ഇവരെ ഇവിടുന്നകത്തുനിന്ന് രക്ഷപ്പെടുത്താം. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ പാലിയേറ്റീവ് കെയർ ഇല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന പേഷ്യൻ്റൊക്കെ എങ്ങനെയായിരുന്നായിരിക്കും കിടന്നതും മരിച്ചതോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്കും ഞങ്ങൾ ഈ തുടങ്ങിയ സമയത്ത് എയർബെഡും വാട്ടർ ബെഡും ഒന്നുമില്ല. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില വീടുകളിൽ ഈ വ്രണങ്ങളുണ്ടായിട്ട് ആ വ്രണങ്ങളിൽ പുഴുവൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് പുഴുവിനെ എടുത്തിട്ടുണ്ട് ഇരുട്ടത്ത്. അതുപോലെ കത്തീറ്ററൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലേക്ക് നിന്ന് തിരിച്ച് വന്ന പേഷ്യൻ്റ് അന്നത്തെ കാലത്ത് അവർക്കറിയത്തില്ല കത്തീറ്റർ ഇട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന്. ആ കത്തീറ്റർ ഊരാതെ മാസങ്ങളോളം കിടന്ന പേഷ്യൻറ്റും ഉണ്ട്, വേദന വന്നവരും ഉണ്ട്, മൂത്രം പോകാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പഞ്ചായത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ജനപ്രതിനിധികൾ കൂടെ വരും, ആരോഗ്യ പ്രവർത്തകർ കൂടെ വരും, കൂട്ടായ്മയുടെ കൂടെ വരും. കൂടെ വന്ന് കണ്ടിപ്പം മാഡം എൻ്റെ കൂടെ വന്നിട്ട് കണ്ടുകൊണ്ടാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലബ്ബുകളിലെ ഇവിടുത്തെ ലൈബ്രറിയിലെ പ്രവർത്തകരെ ഞാൻ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ അവസ്ഥ ഇതാണ് ബുദ്ധിമുട്ട്, നിങ്ങൾ ഉള്ളതിൽ പങ്ക് അവരെയും കൂടെ സഹായിച്ചാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് ഇവിടെ എടുത്തു. അതുപോലെ കൊടുക്കുന്ന സ്പോൺസറിങ് ആയിട്ട് വരും. അതുപോലെ തന്നെ ചില പേഷ്യൻ്റെ വീടുകളിൽ വീട് ചോരുന്ന വീടായിരിക്കും, പോയതായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇവർ കുറേ പേര് എൻ്റെ അടുത്ത് പറയും അങ്ങനെ എന്തെങ്കിലും സിസ്റ്റർ കണ്ടാൽ അർഹതയുള്ളത് ആരാണെന്ന് എന്നോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ സഹായിക്കുന്നത്. ഈ കിടപ്പ് രോഗികളുടെ വീടുകളിൽ ഇപ്പം ഒരു പാലിയേറ്റീവ് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി മാത്രമല്ല, രോഗിയെ നോക്കുന്ന പരിചാരകരും അവരുടെ കുടുംബവും കൂടെ ചേർന്നതാണ്. രോഗിയുടെയും കുടുംബത്തിൻ്റെയും സമ്പൂർണവും ക്രിയാത്മകമായ ഒരു പരിചരണമാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുടുംബം മൊത്തത്തിൽ നോക്കും. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം. നിങ്ങൾക്ക് മറ്റു നഴ്സുമാരെ അപേക്ഷിച്ച് ഡയറക്റ്റ് പേഷ്യന്റിന്റെ വീടുമായിട്ട് ഒരു ബന്ധം. അതെ അതെ അതെ. അവരുടെ സാഹചര്യങ്ങൾ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ ക്ലബ്ബുകാരോട് പറഞ്ഞിട്ട് നമ്മളത് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വീട് ഒരു 5-6 വീടെങ്കിലും പുതുക്കി പണിത് കൊടുത്ത്, പുതിയതായിട്ട് വെച്ച് കൊടുക്കല്ല, അവരുടെ നിലവിലുള്ള വീട് പുതുക്കി പണിത് കൊടുത്ത്. അതും നമ്മുടെ വോളണ്ടിയർ ആയിട്ട് വന്ന നമ്മുടെ സംഘടനയിലെ ആൾക്കാരും വ്യക്തികളും ലൈബ്രറി പ്രവർത്തകർ അങ്ങനെ കുറേ പേരാണ് ഇങ്ങനെ സഹായിച്ചത്. കിറ്റുകൾ കൊണ്ട് കൊടുക്കുക. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിലും കൂടെ ഓണം ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓണം കിറ്റുകൾ കൊടുക്കുക, വീട് നന്നാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പഠന സഹായങ്ങൾ കൊടുക്കുക, ചികിത്സാ സഹായം കൊടുക്കുക. അതിനൊക്കെ ഓരോ പദ്ധതികൾ തന്നെ ലൈബ്രറികളിലൊക്കെ രൂപീകരിച്ച്. ഇതൊക്കെയാണ് ശരിക്കും വ്യത്യസ്തമായ കാര്യങ്ങളിലായിട്ട് എനിക്കും തോന്നുന്നു അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ സർക്കാർ അങ്ങനെ തന്നതെന്ന് തോന്നുന്നു. കിടങ്ങൂർ പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയർ അത് കൂടല്ലൂർ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് നടക്കുന്നത്. അപ്പം ഞാനിവിടെ 2016 വരുമ്പോൾ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. 2011 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. 2011 തുടങ്ങിയ കാലം മുതൽ ഷീലറാണിയാണ് നമ്മുടെ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം, ഞാൻ മറ്റു പല സ്ഥലത്തും പോയി ജോലി ചെയ്ത് തിരിച്ചു വീണ്ടും ഞാനിപ്പോൾ ഇവിടെ തന്നെ 3 മാസം മുമ്പാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീല ഈ പാലിയേറ്റീവ് രോഗികളുടെ ആ സാന്ത്വന പരിചരണത്തിന് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ
എല്ലാവരും അവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകളും ചികിത്സയും കൊടുക്കുന്നു, തിരിച്ചു പോരുന്നു. പക്ഷേ ഷീലയെ സംബന്ധിച്ചും അവരുടെ ആവശ്യങ്ങളാണ്, അവരുടെ സാമ്പത്തികവും സാമൂഹികവും അവരുടെ ശാരീരികവും അവരുടെ മാനസികവും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. പലപ്പോഴും ഈ പാലിയേറ്റീവ് രോഗികൾക്ക് പറ്റുന്ന വെച്ചാൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത്. അവർക്ക് മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ല, അവരെ കെയർ ചെയ്യാൻ ആളില്ല, അതൊക്കെയാണ് അവരുടെ മെയിൻ വിഷയങ്ങൾ. അപ്പം എല്ലാവർക്കുള്ള പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡയാലിസിസ് രോഗികളുടെ ഒരു സ്നേഹ സംഗമം നടത്തി പാലിയേറ്റീവ് ഡേയോടനുബന്ധിച്ച്. അവിടെയും വെച്ചിട്ടും എല്ലാവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. ആ വിഷയത്തിലാണ് ഷീലയുടെ ആ പ്രവർത്തന മികവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട്, ഇരിക്കുന്ന സ്ഥാനത്തിരുന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, അതായത് പലരിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് ആയിട്ടും PKV ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് ഷീല. അപ്പോൾ ആ ലെവലിരുന്നും കൊണ്ടും ഓക്കെ മാക്സിമം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരിൽ നിന്നൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന് ഈ രോഗികളെ കെയർ ചെയ്യുന്ന, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കാനും മരുന്ന് മേടിക്കാൻ നിവർത്തില്ലാത്തവർക്ക് അതിനുള്ള സഹായം കൊടുക്കാനും അങ്ങനെ എല്ലാ രീതിയിലും അവർക്കൊരു ഇപ്പോൾ വീട്ടിലേക്കൊരു ആവശ്യം, ഇപ്പോൾ വീൽ ചെയർ ഇല്ലാത്ത, ഇപ്പോൾ തളർന്ന് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വീൽ ചെയർ ഇല്ലാത്തവർക്ക് ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കാനും അങ്ങനെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക് വീൽ ചെയറിൽ പോയി എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഈ കിടക്കുന്നൊരു പേഷ്യന് സാധ്യമാകുന്നതാണെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവരുടെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് അവരെ എല്ലാവരും മുൻനിരയിലോട്ട് ഈ പാലിയേറ്റീവ് രോഗികളെ കൊണ്ടുവരുന്നതിനായിട്ട് ഷീല ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ അഭിനന്ദനാർഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആണ് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളൊരു പോയിന്റ്. അതാണ്, എല്ലാവരും പാലിയേറ്റീവ് കെയർ ചെയ്യുന്നു, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. അത് ചെയ്യുന്നതിനകത്ത് ഷീല ഞാൻ പ്രത്യേകം എപ്പോഴും അഭിനന്ദിക്കാറുണ്ട്. ഷീല ചെയ്യുന്നതിന് ഞങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷനാണ്, കൂടുതൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷനാണ്. ഇവിടെ ഒരു ടീം തന്നെയുണ്ട്. സെക്കൻഡറി പാലിയേറ്റീവ് ഉണ്ട്, പ്രൈമറി പാലിയേറ്റീവ് ഉണ്ട്. പ്രൈമറി പാലിയേറ്റീവിൻ്റെ അണ്ടറിലാണ് ഷീല പ്രവർത്തിക്കുന്നത്. സെക്കൻഡറി പാലിയേറ്റീവ് ഉണ്ട്, അവിടെ ഒരു പാലിയേറ്റീവ് നേഴ്സുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അവരും ഇതോടൊപ്പം ചേർന്ന് നല്ലൊരു ടീം വർക്ക് ഈ കൂടല്ലൂർ PSC അണ്ടറിൽ നടത്തുന്നുണ്ട്. സിസ്റ്ററിന് ഈ പുരസ്കാരം ലഭിച്ച ശേഷം ആരെങ്കിലുമൊക്കെ വിളിച്ച് അഭിനന്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും എല്ലാവരും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇത് ആരെങ്കിലും സിസ്റ്ററിന് ആരെങ്കിലും മുമ്പിൽ ഇത് കാണിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ എവിടെയോ കേട്ട്, അപ്പം അതേക്കുറിച്ച് ഒന്ന് പറയണം. ഡൽഹിയിൽ നിന്ന് പുരസ്കാരം മേടിച്ച് അവിടുത്തെ ഒരു വലിയ പുരസ്കാരം വാങ്ങി തിരിച്ചു വന്നപ്പോൾ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ലൈബ്രറി പ്രവർത്തകർ സ്വീകരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ സ്വീകരിക്കുമെന്ന്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് നമുക്ക് അവിടെ ചെന്ന് ഫീൽ ചെയ്തെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാരെങ്ങനെ അതിനെ കാണുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പാലാ പോലീസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു ക്ലബ്ബിൽ ഒരു അംഗം ഉണ്ടായിരുന്നു, ബിനോയ് സാർ എന്ന് പറഞ്ഞാൽ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഞങ്ങളാണ് സിസ്റ്ററിനെ അനുമോദിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ അനുമോദനം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പാലാ മരിയൻ ഹോസ്പിറ്റലിൽ പോയി അവർ ഒരു ടീം മൊത്തം ബ്ലഡ് ഡൊണേറ്റ് ചെയ്താണ് നമുക്ക് ഈ ആദരവ് നമുക്ക് തന്നത്. അത് തന്നെ വലിയൊരു എന്ന് വെച്ചാൽ അതിൻ്റെ ആ മഹത്വം എത്രയാണെന്ന് നമുക്ക് അന്നേരം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഒരുപാട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആൾക്കാരും ഒരു പേരെടുത്ത് പറയാൻ പറ്റില്ല, 200 മൊമെൻറ്റോസ് ഇന്നലെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ അതനുസരിച്ച് അതുപോലെ അത്രയും ആൾക്കാർ നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മന്ത്രി, കോട്ടയത്തിൻ്റെ മന്ത്രി ശ്രീ വാസവൻ സാർ നമ്മുടെ വീട്ടിൽ വരികയും അദ്ദേഹം വന്ന് നമ്മുടെ മൊമെൻ്റ് ഒക്കെ കാണുകയും അവാർഡ് കാണിക്കുകയൊക്കെ ചെയ്തു. അത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആങ്ങളെ രമേശ് കിടങ്ങൂല്ലോ, രമേശ് ചേട്ടനെ ഒരു ദിവസം എന്നെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവിടെ മമ്മൂക്ക ഇല്ല, നമ്മുടെ സിനിമാ നടൻ മമ്മൂക്ക പറയുന്ന ഒരു വീഡിയോയാണ്. മമ്മൂക്ക പറയുന്ന പാലിയേറ്റീവിൽ അത് നേരത്തെ അയച്ചു തന്നു. അപ്പോൾ മമ്മൂക്ക പറയാണ്, ഞാനാണ് ഈ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ രക്ഷാധികാരി ഞാനാണെന്നും പറഞ്ഞൊരു വീഡിയോ അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് അതൊരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കിട്ടുന്നതല്ലേ, പാലിയേറ്റീവ് നേഴ്സിന് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഈ ഒരു പുരസ്കാരം എനിക്ക് മമ്മൂക്കാനെ ഒന്ന് കാണിക്കണം
പ്രേക്ഷകരോട് കൂടിയാണ് ഈ പറയുന്നത്. കാരണം മമ്മൂക്കയാണ് ആദ്യത്തെ കേരളത്തിലെ രക്ഷാധികാരി ഈ പാലിയേറ്റീവ് കെയറിന്റെ. അപ്പം മമ്മൂക്ക അറിഞ്ഞോന്നറിയില്ല, മമ്മൂക്ക രക്ഷാധികാരിയായിരുന്ന ഒരു സംഘടനയിൽ നിന്ന് ആദ്യത്തെ പുരസ്കാരം മേടിച്ച സിസ്റ്ററാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സിസ്റ്ററിന് ഈ പുരസ്കാരം ഒന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പം എത്രയും വേഗം അതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ, ഇനി മൊത്തത്തിൽ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പം അതിന് മുമ്പായിട്ട് സിസ്റ്ററിന് ആരോടെങ്കിലും ഒക്കെ ഇതിന് കാണുമല്ലോ കാരണം സിസ്റ്റർ എന്നോട് മുമ്പ് അല്ലാതെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ ഒറ്റ ഒരാളുടെ അല്ല, ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ സിസ്റ്ററിന് ആരോടെങ്കിലും ഒറ്റ വാക്കിൽ നന്ദി പറയണമെങ്കിൽ നമുക്ക് പറഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 15 വർഷക്കാലമായിട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഈ ദേശത്തെ സകല വീടുകളിലും പ്രത്യേകിച്ച് രോഗിയായി കിടപ്പ് രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് സാന്ത്വനം നൽകുന്ന ആയിട്ടാണ് ഇതുവരെ നൽകി വരുന്ന ആ ശൈലിക്ക് നേതൃത്വം നൽകുന്നത് ഏറെ പ്രിയങ്കരിയായ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട ഷീലാറാണി അവരുടെ നേതൃത്വത്തിലാണ്. ഇവരുടെ സന്നദ്ധ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലെ വാർദ്ധക്യത്തിനും വയ്യാതെ ഇരിക്കുന്നവർക്ക് വളരെ ഇവരിച്ചിരുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമ, മനസ്സ് ആനന്ദം കൊണ്ട് തുളുമ്പുക. ആ ഒരു ശൈലിയിലാണ് ഇവരുടെ പ്രവർത്തന രീതി. അതാണ് ഏറ്റവും മഹത്തരം. കാരണം അത്രയ്ക്ക് ത്യാഗപൂർണമായ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരായതുകൊണ്ടാണ് ഇത്രമാത്രം ഉന്നത പദവിയിൽ നിന്നൊക്കെ പദവികളുള്ള സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രപതി എന്നൊക്കെ അവാർഡൊക്കെ മേടിക്കുന്ന പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആരുമില്ല, കോട്ടയം ജില്ലയിലില്ല, കേന്ദ്രത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്ര മഹത്തരമായ നല്ല പ്രവൃത്തി കൊണ്ടാണ് അത് ഇവിടെ ആർക്കും ഏത് ജനപ്രതികൾക്കും ചൂണ്ടിക്കാണിക്കാവുന്ന, കോട്ടയം ജില്ലയിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ജനറൽ നേഴ്സ് എന്ന് പറയുന്ന ആ പഠനം കഴിഞ്ഞ ആ കുട്ടി ഈ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ഇവരെ സേവനം ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കരം നിറഞ്ഞ മനസ്സോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ദൈവകൃപയാൽ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന മാതാപിതാക്കളുടെ കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും നമ്മളെ സംബന്ധിച്ചോളം ഇവർ വസിക്കുന്ന കിടങ്ങൂർ സൗത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച അപ്പോൾ ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം ഇവരുടെ കരങ്ങളിൽ വർഷിച്ചിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇവരുടെ സ്പർശനമേറ്റ ഒട്ടനവധി പേർക്ക് സുഖം പ്രാപിക്കാൻ കഴിയുമാറാകട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അങ്ങനെ ധന്യമായ ഈ മഹത്തരമായ ഈ നിമിഷങ്ങൾ വരും കാലങ്ങളിലും സമൃദ്ധിയോടെ മുന്നേറാൻ ജഗദീശ്വരൻ ഈ ടീം അംഗങ്ങളെയും എളിയ ജനപ്രതികളെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സത്യത്തിൽ ഞാൻ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഒരാൾ നിരൂപിച്ചാൽ ഒരിക്കലും ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ടാവത്തില്ല. എൻ്റെ കൂടെ വരുന്ന എല്ലാ ടീമിൻ്റെയും ഒരു പൂർണ്ണമായ ഒരു സഹകരണം കൊണ്ട് മാത്രമേ എനിക്ക് ഈ ഒരു പാലിയേറ്റീവ് പരിചരണ പദ്ധതി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കാണ് ആരെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ ആരെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ പെട്ടെന്ന് എനിക്ക് സങ്കടം വരുമേ. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഇതിൽ നിന്നൊക്കെ ഇവരെല്ലാവരും എന്നെ ഒന്ന് താങ്ങി നിൽക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ടീമിൽ ആരും ചെയ്യാറില്ല. അതുതന്നെയാണ് എൻ്റെ ഒരു ഇതിൻ്റെ വിജയം, എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. മാറി മാറി വന്ന ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ, JPHമാർ, സിസ്റ്റർമാർ, ഡോക്ടർമാർ, മാറി മാറി വന്ന ഡോക്ടർമാർ, അവരുടെ എല്ലാം പൂർണ്ണമായ ഒരു സഹകരണവും പിന്തുണയും എനിക്കിതിൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്നേലും പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് പേഷ്യൻ്റെ സാധനങ്ങൾ തീരുമ്പോൾ എനിക്ക് മേടിച്ച് തരിക, ഇതെല്ലാം ഡോക്ടർ നിരൂപിച്ചാലേ നടക്കുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ആശാപ്രവർത്തകർ, കൂടെ വരുന്ന വോളണ്ടിയർമാർ, യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ ഒരു ഇതും കിട്ടാതെ വരുന്ന സാമ്പത്തികമായ ലാഭമൊന്നും കിട്ടാതെ വരുന്ന വോളണ്ടിയർമാരായിട്ട് വരുന്നവർ, അവരോടൊക്കെ എനിക്ക് പ്രത്യേകം ഒരുപാട് നന്ദി പറയാനായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ കിടങ്ങൂർ പഞ്ചായത്തിലെ ക്ലബ്ബുകൾ, വിവിധ സംഘടനകൾ, വിവിധ ലൈബ്രറികൾ, പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂള്, കോളേജ്, നേഴ്സിംഗ് കോളേജുകൾ, മാർസലീബ മെഡിസിറ്റി, കാരിത്താസ് ആശുപത്രി, LLM ഹോസ്പിറ്റൽ, നേഴ്സിംഗ് സ്റ്റുഡൻസ്, ഇവരെല്ലാവരും വരും. അതുപോലെ തന്നെ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വരെ ഈ പ്രദേശത്തെ എന്നെ വിളിക്കുകയും എൻ്റെ കൂടെ വരികയൊക്കെ ചെയ്യും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ പാലിയേറ്റീവിൻ്റെ
വ്യക്തികൾ പാലിയേറ്റീവിൽ പരിചരണ പ്രവർത്തനങ്ങളിൽ വിവിധ ചില വീടുകളൊക്കെ നന്നാക്കാനായിട്ടും ഒക്കെ ചില വ്യക്തികൾ സഹായിക്കാറുണ്ട്. സാമ്പത്തിക സഹായം കൊടുത്ത് സഹായിക്കുന്ന ലൈബ്രറി ഉണ്ട്, PKV ലൈബ്രറി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. വ്യക്തികളെന്ന് പറയുമ്പം ശരിക്കും PKV വനിതാ ലൈബ്രറി ഞങ്ങളുടെ രക്ഷാധികാരിയായ മണിസാറ്, NS ഗോപാലകൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീല ടീച്ചർ, ഉതുപ്പി ഏട്ടന്, പിന്നെ പ്രദീപ് ഏട്ടന്, എൻ്റെ ഈ അവാർഡിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഈ പൂരിപ്പിക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത രാധാകൃഷ്ണ സാറ്, എൻ്റെ ഫാമിലി കുടുംബം, എൻ്റെ ഹസ്ബൻഡ്, കൂടുതൽ എനിക്ക് ഒറ്റയ്ക്ക് ഇത് എഴുതാനൊക്കെ ഒരുപാട് കാര്യം, വീട്ടിൽ വന്നിട്ട് ചിലപ്പം ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണ് ഞാനിതൊക്കെ റിപ്പോർട്ടൊക്കെ എഴുതാനൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മക്കൾ, എൻ്റെ അമ്മ, അച്ഛന്, അതുപോലെ തന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് എൻ്റെ ടീം, പാലിയേറ്റീവിൻ്റെ ടീം, ആശാപ്രവർത്തകരും വോളണ്ടിയേഴ്സും അടങ്ങുന്ന ഒരു ടീം, ഞങ്ങളുടെ ഡ്രൈവർ, 2 ഡ്രൈവർമാരുണ്ട്. ഇപ്പം ആസാദ് മോഹനാണ്, 2-3 വർഷം അങ്ങാണ്ടായി ആസാദ് മോഹൻ എൻ്റെ ഒപ്പം വരുന്നത്. അതിന് മുമ്പ് രാജരത്ന ചേട്ടന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 ഡ്രൈവർമാരാണ്. അവർ മുരളീധരൻ മൂലവള്ളിലില്ല, അദ്ദേഹം 12 ബോട്ടിൽ മുറിവെണ്ണ എല്ലാ മാസവും മുടങ്ങാതെ 10-ാം തീയതിക്ക് മുമ്പ് എന്നെ വിളിച്ചു പറയും, മുറിവെണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചുകൊണ്ട് പോക്കളെ, പേഷ്യൻസിന് ഒരിക്കലും ബെഡ് സോർ ഉണ്ടാകാതിരിക്കാനായിട്ട്. പറഞ്ഞാൽ ഈ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ഉത്സവത്തിന് ഒരു 10 പേഷ്യൻ്റെങ്കിലും ഇവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് സാമ്പത്തിക സഹായം കൊടുക്കും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ പള്ളികൾ, എല്ലാവരും ശരിക്കും എല്ലാ ആരാധനാലയങ്ങളും ഈ ഒരു സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇനി മേൽക്കുമേൽ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടും ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ. ഇനി ഒരു സ്വപ്നം എന്നാന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഈ വലിയ വലിയ വീടുകളൊന്നും ഇനി ആരും പണിയണ്ട. ഇനി ചെറിയ ഒരു വീട് നമ്മുടെ പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു വീട് പണിതേച്ചിട്ട് ഇനി നമ്മുടെയൊക്കെ പ്രായം ചെല്ലുമ്പോൾ നമ്മളെ നോക്കാനൊന്നും ആരും കാണത്തില്ല. എല്ലാവരെയും കൂടെ ഒരിടത്ത് കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് നോക്കി പരിചരിച്ച്, അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആകുമ്പോൾ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവിട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ആർക്കും ഉണ്ടാവത്തില്ല. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും പരിചരിക്കാനുള്ള ഒരു സംവിധാനം, ഒരു പഞ്ചായത്തിൽ ഒരു കെയർ ഹോം എന്നുള്ളൊരു സ്വപ്നം ഇനി യാഥാർത്ഥ്യമാകാനായിട്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയുള്ളതും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നൽകി അവരെ കഴിഞ്ഞ വർഷം ആദരിച്ചത്. അതിൽ ഗ്രാമപഞ്ചായത്തിന് ഏറെ അഭിമാനമുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്നറിയാം, പക്ഷേ ചില കാര്യങ്ങൾ മുഴുവൻ പറയാതെ പോകാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കുറച്ച് കാണിച്ചിട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു മനസാക്ഷിക്കുത്തലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും. കാരണം നമ്മളുടെ എല്ലാ വീടുകളിൽ പ്രായമായവരുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്. അപ്പോൾ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ കാണുന്ന പലരും തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സിസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചും ഇത്തരം വ്യക്തിത്വങ്ങളെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരാളുടെയും കടമയാണ്. അപ്പം ഞാനത് എൻ്റെ ചെറിയ രീതിയിൽ ഞാനും അത് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയും ആയി കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.